ഞാൻ ഇത് എന്തുകൊണ്ടിത് ചെയ്തു എന്നതിൻ്റെ റീസൺസ് നമ്മൾ വേറൊരു തരത്തിൽ അവലോകനം ചെയ്യണം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ ചെയ്ത കുറ്റകൃത്യം, ഈ ചെയ്ത തെറ്റ്, അതിൻ്റെ വ്യാപ്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് പകരം ഈ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഉണ്ടല്ലോ. ഇവരെന്താ ചെയ്തിരിക്കുന്ന മനസ്സിലായോ? ഈ ഓൾ ഇന്ത്യ സർവീസസ് എന്നൊക്കെ പറഞ്ഞാൽ ഭരണഘടനയുടെ 14-ാം അനുച്ഛേദ പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബോഡിയാണ്. അതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടായി. ആ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന ആളുകൾ എത്രത്തോളം ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഉണ്ടാകേണ്ട ആളുകളാണ്. അവർ മല്ലു എന്ന വാക്ക്, ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം എന്ന വാക്ക്, ഈ മതവും ദേശവും ഒക്കെ കൂട്ടിയിട്ടൊരു വിഭാഗീയത ഉണ്ടാക്കി ആളുകളെ വല്ലാത്ത തരത്തിൽ വേർതിരിക്കുന്ന പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നിഷ്പക്ഷത ഉണ്ടാകുമെന്ന് ബോധ്യത്തോടു കൂടി ചെല്ലുന്ന സ്ഥലങ്ങളാണ്. അത്തരം ആളുകൾ ഇത്തരം കോർഡിനേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരൊക്കെ നടത്തുന്ന നടപടികൾ, ആക്ഷൻസ്, ഇനാക്ഷൻസ് ഒക്കെ വർഗീയവുമായും ദേശസംബന്ധവുമായി വ്യത്യാസപ്പെടുത്തുന്നതാണെങ്കിൽ നമ്മുടെ എല്ലാ റൂൾ ഓഫ് ലോയും തകർന്നു എന്ന് പറയേണ്ടി വരില്ലേ? അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു സർക്കാർ തയ്യാറാകുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആകാം എന്ന് അനുവദിക്കുകയല്ലേ? അപ്പോൾ ഇതിനെ വളരെ ലൈറ്റായിട്ട് അവർ കാണുകയാണ്. ഇത് അതിനുവേണ്ടി ഉണ്ടാക്കിയ രേഖകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അതിനകത്ത് വ്യക്തമാണ്. എങ്ങനെയാണ് ഫോണിൻ്റെ ഈ പറഞ്ഞ ടെലിഫോണിൽ നിന്ന് റിട്രീവ് ചെയ്യപ്പെടാതിരിക്കാനുള്ള സ്റ്റെപ്പ് നടത്തുക, ഒരു പരാതി കൊടുത്തിട്ട് മറ്റാരോ അത് ചെയ്തു എന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് പോലീസിനെ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ കബളിപ്പിക്കുക, എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ എന്തൊക്കെയോ കാര്യമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ അഭിഭാഷകനാണല്ലോ. മല്ലു ഹിന്ദു ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് വാട്സാപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമാണോ? അതൊരു ക്രിമിനൽ കുറ്റമാകുന്നുണ്ടോ? മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നതിന്റെ ക്രിമിനൽ കുറ്റത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊരു പ്രത്യേക ക്ലാസിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ്, അവരുടെ ഇടയിലെ മലയാളികൾ ഒരു ക്ലാസിഫിക്കേഷൻ, അവരുടെ ഇടയിലൊരു ക്ലാസിഫിക്കേഷൻ ഹിന്ദു എന്ന ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ മുസ്ലിം എന്ന ക്ലാസിഫിക്കേഷൻ. ഇത് ക്രിയേറ്റ് ചെയ്തിട്ടൊരു ചർച്ച നടത്തുകയാണ്. എന്തിനു വേണ്ടിയായിരിക്കും ഈ ഓഫീസേഴ്സ് മാത്രമുള്ള ഗ്രൂപ്പിൽ ഒരു ചർച്ച നടത്തുന്നത്? ആ ചർച്ചയുടെ പർപ്പസ് എന്തായിരിക്കും? അവരുടെ മുമ്പിൽ വരുന്ന എന്താണ്? IAS ഓഫീസേഴ്സിൻ്റെ മുമ്പിൽ വരുന്ന എന്താണ്? പ്രശ്നങ്ങളാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ വിഷയങ്ങൾ. ഇത്തരം കാര്യങ്ങൾ മുന്നിൽ വരുമ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയ്ക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഇടുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത് അൺകോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് ആണ്. ഭരണഘടനാപരമായ അവരുടെ ഉത്തരവാദിത്വം വ്യതിചരിക്കുകയാണ്. ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ കിടക്കുന്ന വർഗീയ വിഷമുണ്ടല്ലോ, അതിപ്പോൾ ഓഫീസേഴ്സ് മാത്രമല്ല, രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി, ഉള്ളിൽ കിടക്കുന്ന ആ വർഗീയ വിഷമുണ്ടല്ലോ, അത് പല രൂപത്തിൽ പുറത്തു വരും. ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ രൂപത്തിൽ പുറത്തു വരും. ചിലരുടെയൊക്കെ വിഷം വമിക്കുന്ന പ്രസംഗത്തിൻ്റെ രൂപത്തിൽ പുറത്തു വരും. അത് എന്തെങ്കിലും കിട്ടിയാൽ മതി, അങ്ങ് പ്രസംഗിച്ച് തള്ളുകയാണ്. വായി തോന്നുന്നത് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയില്ല. എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ അതിനകത്തുണ്ടാക്കുന്ന വർഗീയമായ ചേരുതിലുണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാതെ പറയുകയാണ്. ഇങ്ങനെ പറയുന്ന ആളുകൾ, അത് രാഷ്ട്രീയക്കാരായാലും ശരി, ഓഫീസർമാരായാലും ശരി, കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ, ഞാൻ പറയുന്നത് എലക്ടഡ് മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർ ഭരണഘടന വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയവരാണ്. ഈ പറഞ്ഞ ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സും അത് തന്നെയാണ്. അപ്പോൾ അവരിങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ചെയ്ത ആക്ടിവിറ്റി എന്താണെന്ന് അറിയണ്ടേ? ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അവരെ കാര്യങ്ങളൊക്കെ മാച്ചു കഴിഞ്ഞ ശേഷം ആ ഫോൺ നൽകുകയാണല്ലോ പോലീസിന്. അതുകൊണ്ട് തെളിവില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, പോലീസിന്റെ പക്കൽ ഈ തെളിവുകൾ പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ആ തെളിവുകൾ കിട്ടാതായിരിക്കുന്നു. അല്ല, തീർച്ചയായിട്ടും തെളിവില്ല എന്ന് അവർ പറയുന്നു. അത് റിട്രീവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഗൂഗിൾ അവരൊക്കെ പറയുന്നു. ഇനി ഇപ്പോൾ ഫോറൻസിക്കിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ പൂർണ്ണമായും ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണോ നമ്മുടെ ഇവിടെ നടക്കുന്നത്? ഏതെല്ലാം റിട്രീവ് ചെയ്യാനുള്ള മെക്കാനിസം റിട്രീവ് ചെയ്യണ്ട എന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ പറയും. ഇത് പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്. എക്സ്പെർട്സ് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണത്. അത് പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണെന്ന് എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്. ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ടിൽ വന്നത് പ്രൊപ്പഗേറ്റ് ചെയ്തത് പുറത്തെടുക്കാൻ പറ്റുന്നില്ല, അല്ല പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ വൈകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കൂട്ടി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. വേണ്ട എന്ന് തീരുമാനിക്കുന്ന കാര്യം കിട്ടില്ല എന്ന് വിളിച്ച് പറയുക എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ. അത് എന്തിനു വേണ്ടിയാണ് ഈ കേസിൽ?
ഈ കേസിൽ ആരെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്? ഗവൺമെന്റിന് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആകണ്ടേ? ഗവൺമെന്റ് ഇത്തരം ആളുകളെ സ്പെയർ ചെയ്യാൻ പാടുണ്ടോ?